എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല, നടക്കാൻ നമ്മൾ സമ്മതിക്കൂല. നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാവറിച്ചിയാണെന്ന് പറയാൻ ഇങ്ങക്കൊരു ഉളുപ്പില്ലേ? എന്റെ മാമ എന്റെ സ്കൂള് ഹാജിയാർക്കാണെങ്കിൽ ഖുരാനി നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുവോ? ഓലെ പറഞ്ഞ് തലതിരിച്ചിക്കല്ലേ മാഷ്. ഏത് മാഷ്? ആ ചായര മാഷ്. ഓലെ കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട. ഇന്നാട്ടിന് ജാതി മതം നോക്കാതെ അത്യാപത്തിൽ ഓടിയെത്തുന്ന ആളാ മാഷ്. എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി. ഒടുക്കം നമ്മുടെ കുട്ടികളെ കണ്ടാല് തിരിച്ചറിയാണ്ടാവും. ഓള് തലയിൽ തട്ട ഇടാതെ പൊട്ടും കുത്തി ടോസീന്റെ ഇലയും ചൂടി വരണ കണ്ട് കണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട്? ഈ അറബി മുൻഷിമാരും മൂസാ നബീന്റെ നൂഹ് നബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയോ? ഈ ശ്രീരാമന്റെ സീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ ഗതി എന്താവും? അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങളും കാണുമല്ലേ? ഇപ്പൊ എന്ത് വേണമെന്ന് ഈ പറയണത്? ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി. ടീച്ചറെ, നിങ്ങളെ രാജേര് വിളിക്കുന്നു. ഒച്ച ഉണ്ടാക്കല്ലേ, ഞാനിപ്പോ വരാം. ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും. വരി കൊയ്തിക, എന്താ ചോദിച്ചോളി. ഗായത്രി كم درجة تعلم؟ أفضل العلماء. كم حرفا في العربية؟ 28. كم صلاة في اليوم؟ في اليوم 5 صلوات هي الفجر والظهر والعصر والمغرب والعشاء. എന്തേ ഇനിയൊന്നും ചോദിക്കാനില്ലേ? ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. كم سورة في القرآن؟ ഖുർആനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത്. ടീച്ചർ എന്ന് പറയും. 114. ഇപ്പൊ ബോധ്യമായി ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന്. എന്നാലും ടീച്ചർ വയ്ക്കോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ. അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത്. മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത്? പിന്നെ അല്ലാണ്ട് കൂട്ടത്തില് നമ്മളെ പള്ളിക്കണ്ടിയിലെ മൊയ്തി മോലാക്ക ഇടുത്തിട്ട പോലെ ഒരു ചോദ്യം, നിസ്കാരം എത്ര ഉണ്ട്? പടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടുങ്ങി. എവിടെ ടീച്ചർ ലെവലേശം കുലുങ്ങില്ല, ഉടനെ മണി അടിച്ച പോലെ ടിങ് ടിങ് നന്ദി 5 മാത്രല്ല ഓരോ നോത്തോത്താൻ വിശദീകരിച്ചും കൊടുത്ത്. ഓള് പഠിപ്പിക്കുന്ന കിതാബ് മാത്രല്ല ഓല് നമ്മളെ ഖുർആനും പഠിച്ചിട്ടുണ്ടേന്ന്. ഓള് പണ്ടേ പഠിക്കാൻ വെടുക്കത്തിയ. എന്റെ കുഞ്ഞാലിനെ ചെറുപ്പത്തിൽ കൂട്ടാനും കിഴിക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ. അത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ മീൻ കച്ചവടത്തിനെങ്കിലും കുണം കിട്ടി. എങ്ങനെ അല്ല, പൈസ തെറ്റാതെ എണ്ണി വാങ്ങാലോ. അത് ശരി. അപ്പൊ എണ്ണം പഠിക്കാത്തോണ്ടാ നിങ്ങൾ മീൻ മേടിക്കുമ്പോ പൈസ പിന്നെ തരാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണത്. തുടങ്ങി മോസെ, നിങ്ങളല്ലാണ്ട് ഓനോട് വർത്താനം പറയാൻ നിൽക്കുക. കുഞ്ഞാലിയെ ഈ എന്റെ പണി നോക്കി പോയിക്കാ. എവിടെ കോന്റെ തമാശ അല്ല. വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങൾ മീൻ മേടിക്കാൻ വരുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി. ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറയണം. നമ്മൾ വന്നിട്ട് പറഞ്ഞു വിട്ടാ മതി. പഠിപ്പിച്ച കുരുത്തല്ലേ. കൺഗ്രാചുലേഷൻസ്. പേടിച്ചോ? നുണ പറയല്ലേ, ഒന്ന് ഞെട്ടി ചെറുതായിട്ട്. കൺഗ്രാചുലേഷൻസ് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? ഇല്ല. ഇന്ന് ഉസ്താദുമാരെ ഞെട്ടിച്ചില്ലേ? അങ്ങനെയൊന്നുമില്ല. അവര് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു, അത്രേ ഉള്ളൂ. വരൂ. അതേതായാലും നന്നായി.
അറബിയിൽ പാണ്ഡിത്യമുള്ള ഒരാളാണ് അപ്പോയിന്റ് ചെയ്യുന്നവർക്ക് ബോധ്യമായല്ലോ. അതിന്റെ ക്രെഡിറ്റ് ഒരു ഇത്തിരി എനിക്കൂടെ കിട്ടിക്കോട്ടെ. ഞാൻ അയ്യർ സാറിന് ഫോൺ ചെയ്തിരുന്നു. അല്ലെങ്കിലും പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്നവരാരും മോശമാവാറില്ല. ഒരിത്തിരി തല്ലുകൊള്ളിയായത് ഞാൻ മാത്രമേ ഉള്ളൂ. മൂപ്പത്തിയാരില്ലേ ഇവിടെ? കടയിൽ പോയിരിക്കുക. ഒക്കെ തന്നെത്താൻ പോയേ വാങ്ങും. ഒറ്റ ആളെ വിശ്വാസമില്ല. പരിചയല്ലേ? പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വരും മോന് ഫോൺ ചെയ്യാൻ. ആ മോന്റെ പേരും പറഞ്ഞ് ഇടയ്ക്ക് എന്നെ ഒന്ന് വരട്ടും. ഇവരും മരുമകളും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഒരിക്കൽ മകനില്ലാത്തപ്പോ മരുമകളെ മുറിയിലിട്ട് പൂട്ടിയായിരുന്നു. 2 ദിവസത്തേക്ക് ജലപാനം പോലും കൊടുത്തില്ല. ഒടുവിൽ മകൻ വന്നിട്ടാ തുറന്നു വിട്ടത്. ഏതായാലും ഗായത്രി സൂക്ഷിക്കണം. ഞാനോ? മുറിയിലിട്ട് പൂട്ടി പട്ടിണി കിട്ടാലോ. 1-2 ദിവസത്തെ പട്ടിണിയൊക്കെ എനിക്ക് നല്ല ശീല. ചേച്ചിമാർ രണ്ടുപേരും ഗ്രാജുവേറ്റ്സ് ആയിരുന്നു അല്ലേ? കുടിക്കാൻ എന്തേലും എടുക്കാം. ചായ ഇട്ടാലോ? ഈ സന്ധ്യയ്ക്ക് ഇപ്പൊ ഒന്നും വേണ്ട. അതേ വരണുണ്ട്. മാഷെന്താ ഈ നേരത്തെ ഇവിടെ? ഞാൻ ഗായത്രിയോടൊരു കാര്യം പറയാൻ വന്നതാ. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. വന്നപ്പോ കടയിൽ പോയിരിക്കാൻ പറഞ്ഞു. എന്നാ വന്നിട്ട് പോവാന്ന് കരുതി. വരണ്ടേ? വരട്ടെ. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരണവരെയും പോണവരെയും വിളിച്ചിരുത്തി കൊഞ്ചു കൊഴയാനേ ഇത് സത്രമൊന്നുമല്ല. മാഷോട് ഇരിക്കണ്ടെന്ന് എങ്ങനെയാ പറയാ? എങ്ങനെ പറഞ്ഞാലും കൊള്ളാം. എനിക്ക് ഇതൊന്നും അത്ര അങ്ങനെ ഇഷ്ടമല്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാനെടുക്കാം. വേണ്ട. ആരാ? എന്റെ പേര് ബീരാൻ. അസീസ് അല്ലേ ഇവിടെ? ഉണ്ട്. കുത്തിരിക്കാനൊന്നും നേരമില്ല. ഓനോട് നിങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറയും. ഇതാരാ ഇത്? ബീരാനാ? ഞമ്മൾ നിങ്ങളെ നോക്കി 2-3 വട്ടം നിങ്ങളെ പുരയില് വന്നിട്ട് നിങ്ങൾ എവിടെയാ? ഈ വെറുതെ നോണ പറയല്ലേ എന്റെ അസീസെ. നമ്മുടെ പുരേന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എങ്ങനെ ഇറങ്ങും? ആ നിലക്കാക്കില്ലേ ഈ നമ്മള്? കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായി പറഞ്ഞുണ്ട്. നിങ്ങളൊന്ന് ബേജാറാണ്ടിരിക്കുന്നു. ജോലി ഉടനെ ശരിയാവും. വേണ്ട, എനിക്ക് ജോലി ശരിയാക്കണ്ട. ആ ബാങ്ങി ഉറുപ്പിയെങ്കിൽ തിരിച്ചു തന്നാലേ ഓലിക്ക തിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ താടി കഴിച്ചിലായിക്കോട്ടെ. ഞമ്മക്കൊരു വഴി ഉണ്ടാക്കാന്ന് നിങ്ങളിപ്പോ പോയി. പോണില്ല. പൈസ തരാണ്ട് നമ്മൾ പോവില്ല. ഒരാഴ്ച കൂടി നിന്ന് അടങ്ങി. എന്തായാലും ഇത്രയായില്ലേ? ഈ പറഞ്ഞ ഈ ഒരു അവധിയും കൂടി നമ്മൾ കേൾക്കണം. അതും കഴിഞ്ഞ് ഇനി എന്നെ സൂയിപ്പാക്കാനാണ് പരിപാടിയെങ്കിൽ ഇബ്രാഹിം ആജിയുടെ മരുമോനാണെന്ന് ഞാൻ നോക്കൂല. പറഞ്ഞേക്കാം. ഈ കണ്ട പൈസയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണേ? അതൊന്നും എനിക്ക് തിരക്കണ്ട. ഒരേൽ ഇങ്ങനെ ആൾക്കാർ വന്ന് വഴക്കുണ്ടാക്കുമ്പോ അതിന്റെ മോശം ഞമ്മക്കുണ്ട്. എന്നാ മാലിങ്ങട് ഇത് നമ്മളെ കൊന്നാലും തരൂല. എന്നാ പിന്നെ തൊള്ളയെ പൂട്ടി മുണ്ടാണ്ടിരി. ഞമ്മളെ വിസ്തരിക്കാൻ വേണ്ട. ഈ ചേലക്കാടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും കണക്കാക്കണ്ട. പറഞ്ഞതിൽ നമ്മുടെ രാഷ്ട്രീയ ലൈൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ സുകുമാരനെ ഇസ്മായിലിനെ ചാക്കിലാക്കാൻ സാധിക്കുമോ? സാധിച്ച ജോർജിനെ പൂട്ടുന്ന കാര്യം ഞാനേറ്റു. അതൊക്കെ നടക്കുമോ? എന്താ നടക്കാത്തെ? നടക്കും. നടന്നില്ലെങ്കിൽ നടത്തും. ഒതുക്കി തീർക്കലല്ല, കലക്കി കോരലാണ് ഇന്നത്തെ രാഷ്ട്രീയം. മനസ്സിലായോ? അത് ശരിയാ. എന്താ സീസേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. മീറ്റിംഗ് വല്ലതും ആണോ? ഏയ്, ഞങ്ങളിവിടെ ദേശീയ സർവ്വദേശീയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയായിരുന്നു. ഒരു മിനിറ്റ്. ശരി. എന്താണോ പ്രശ്നം? ഇയാളുടെ ഒരുമാതിരി വർത്താനം കേട്ടാല് പാർട്ടിയുടെ ഭാരം മുഴുവൻ തലയിലേറ്റി നടക്കാൻ തോന്നും. ചേലക്കാരനെ അങ്ങനെ അങ്ങ് കൊച്ചാക്കി കാണണ്ട. ഉരുട്ടു ബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഇയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. അതാണ് എല്ലാ മന്ത്രിമാർക്കും ഇയാൾ വലിയ കാര്യം. അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കണോ അല്ലേ? ആണ്. പക്ഷെ നിയമപരമായിട്ട് അതിനുള്ള വകുപ്പൊന്നും കാണുന്നില്ലല്ലോ അസീസേ. നമ്മുടെ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് അധ്യാപകരെ സംബന്ധിക്കുന്ന ചില പൊതുചട്ടങ്ങളുണ്ട്. അതായത് മാനേജ്മെന്റിന് വിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തുകയോ അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളിനെ അവർക്ക് പറഞ്ഞുവിടാം. അല്ലെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ട് വഴി കിടക്കുകയും സ്ഥിരം വഴക്കുണ്ടാക്കുകയും അങ്ങനെ വിദ്യാലയത്തിനും കുട്ടികൾക്ക് നാണക്കേടുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് പിരിച്ചുവിടാം. പിന്നൊന്ന് ഇമ്മോറൽ ആക്ടിവിറ്റീസ്, അതായത് അസാൻമാർഗിക നടപടികൾ. അതിലേർപ്പെടുന്നവരെ പറഞ്ഞുവിടാനും KER വകുപ്പുണ്ട്. ഇവര് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതിലേത് സ്വീകരിക്കണമെന്ന് അസീസിന് ഞാൻ പറഞ്ഞു തന്നോ? അറിഞ്ഞല്ലേ? എന്താ?
ഏനി ഈ വിവരം അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രമേ ബാക്കിയുള്ളൂ. എന്താടോ? നമ്പൂതിരി ടീച്ചർക്ക് ഗർഭം. ഗർഭം? ആ ശേഖരൻ മാഷും അവളും തമ്മിലേ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. അങ്ങാടിയിൽ അമ്പലപ്പറമ്പിൽ സ്കൂൾ പഠിക്കലൊക്കെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കണം. എനിക്ക് അവളെ കണ്ടപ്പോഴേ സംശയമുണ്ട്, ആളിത്തിരി പേശകാണെന്ന്. അവക്ക് ഗർഭമുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറയണോന്ന് എന്നെ നമുക്ക് അവിടെ ഊഹിച്ചൂടെ? വലിയ നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. ഇതാ നോക്ക, കേട്ട് തൊഴിൽ രുചിയ. ഇവള് കുട്ടികളെ പഠിപ്പിച്ച എങ്ങനെ ചൊവ്വാകും? അല്ല, അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളെ മക്കളും പഠിക്കണില്ലേ? ഇല്ലേ? ഞാൻ അല്ല, ആ കുറുപ്പും രാഗന്മാരൊന്നും ഈ വിവരം അറിഞ്ഞാലല്ല. ഞാൻ ഒന്ന് അറിയിച്ചിട്ട് വരാം. ഇതാ വരുന്നു. എന്താണ്ട് അവിടെ കൈകൊട്ടിക്കളിയോ? നോക്കി ഇതൊക്കെ വായിക്കാനാണ് നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്? പോയാ പോയാ ഏത് നായിന്റെ മോനാണ് ഇവിടെ കൊണ്ടുവന്ന് എഴുതി പഠിച്ചിട്ട്? എന്താ പോസ്റ്റർ കയറാൻ ടെൻഡർ എടുത്തിട്ടുണ്ടോ താൻ? ഇവിടെ മാത്രമല്ല, ബസ് സ്റ്റോപ്പിലും പള്ളിക്കവലയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അറബി ടീച്ചർ ഒരു കള്ളി പൂച്ചയാണല്ലോ. ശേഖരൻ മാസ്റ്ററുടെ ഒരു ഭാഗ്യം. അതെ, ശേഖര മാഷ ഭാഗ്യ. അത് നിങ്ങൾക്ക് എന്താ അത്ര വലിയ അസൂയ? അതിന് താനെന്തിനെ ചൂടാവണത്? എടോ, ഈ പ്രായത്തിലൊരു പെങ്ങൾ എനിക്കും ഉണ്ട്. വേണ്ടാതിന് എഴുതുന്നതിനും പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗായത്രി ടീച്ചർ ഇത് ചെയ്യുന്നു? നിങ്ങളോടൊക്കെ വർത്താനം പറയാൻ നിൽക്കുന്ന എന്റെ മുമ്പൊക്കെ ആദ്യം പറഞ്ഞണം. പാതിരാകും മുമ്പേ പുരയിൽ വന്നൂടെ? നിങ്ങൾക്ക് എന്തേലും ഈനും വേണ്ടും പണി? ഈ നമ്മളെ കുടുംബിക്കാൻ നിൽക്കണ്ട, നമുക്ക് പല പണിയുണ്ടാവും. അത് നമ്മളും കൂടെ ഒന്ന് അറിയണ്ടേ? വേണ്ട, ഏറെ വിളഞ്ഞാല് ഇടപാട് നമ്മൾ പുരയെ കൊണ്ടാക്കും. എടോ, ആണത്വം ഉണ്ടെങ്കില് ആണുങ്ങളോട് നേരിട്ട് പൊരുത്തണം. അല്ലാതെ പാതിരാത്രിക്ക് പതുങ്ങി നടന്ന് ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന പണിയുണ്ടല്ലോ, അത് രണ്ടും കെട്ട ഇടപാടാ. നിങ്ങൾ എന്തായി പറയണേ? ഓ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലല്ലേ? എനിക്കൊരു ചുക്കും പോകാനില്ല. പക്ഷെ നീ കളിക്കുന്ന ഈ നാണക്കെട്ട കളിയുണ്ടല്ലോ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം അതാർക്കുന്നത്. വേണ്ടാതിനെ കാണിച്ചിരുന്ന പോസ്റ്റർ അല്ല, നാട്ടുകാർ ചിലപ്പോൾ നോട്ടീസ് അടിച്ചിറക്കും. അതിനെന്ത് മെക്കിട്ട് കയറാൻ വന്നാണ്ടല്ല. നീ എന്ത് മാഷേ, നീ ആചാരുടെ മരുമനായി പോയി. അല്ലെ നിന്നെയൊക്കെ തുണ്ടം തുണ്ടായിട്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മിച്ചോണേ അത്. ഏതെങ്കിലും നാക്കിൽ എവിടെയെങ്കിലും കിടന്ന് കുലക്കണതിന് നിങ്ങൾ വെറുതെ ഇടപെടണം എന്തിനാ? ഇന്നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്റെ കാര്യമല്ല, ആചാർക്കറിയാലോ. സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാത്. നാളെ വേറെ കുടുംബത്തിലേക്ക് പോകേണ്ടതുമാ. അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ആചാര്യ? അവരെ കണ്ട ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും. എനിക്കാരെയും പേടിയുണ്ടായിട്ടല്ല. ഞാൻ തണ്ടനാണെന്നോ തെമ്മാടിയാണെന്നോ ആര് വേണേലും പറഞ്ഞോട്ടെ, അല്ലെ എഴുതി ഒട്ടിച്ചോട്ടെ. പക്ഷെ ഇതങ്ങനെയാണ്. ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവം നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി. അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ, അവനൊന്നും പിന്നെ 7 ജന്മത്തേക്ക് ശാമോഷം കിട്ടിയല്ലോ ആചാരെ.
ഒന്നേ എവിടെ പോയിട്ട് വരുന്നു? മകനെ ഒന്ന് കാണാൻ പോയതാ. ആ, ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മമാര് മക്കൾക്ക് ശത്രുക്കളല്ലേ. അവൻ പോരാന്ന് വെച്ചാലും അവളൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഈ അവസ്ഥയില് അവൻ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്ന നല്ലത്. അതെന്താ പിന്നെ ഞാൻ വല്ല പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ? അപ്പൊ ലക്ഷ്മിയമ്മ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? ഏനിതറിയാൻ ഈ ഭൂമി മലയാളത്തില് സേതുലക്ഷ്മി മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ലേ ഒരുത്തി? അവള് മഹാപിഴയാ. ലക്ഷ്മിയമ്മയ്ക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന നാട്ടിലൊക്കെ സംസാരം. ആ ശേഖരൻ മാഷുമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് ആ പറയണേ. പറച്ചില് മാത്രല്ല, നിരത്തായ നിരത്ത് മുഴുവൻ പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് ചുവരിൽ നോക്കിയാൽ കാണാം ഓരോരോ കഥകൾ. എന്റെ ഈശ്വര, നിങ്ങളല്ല അവളെയൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കൂ. മാനാഭിമാനമായിട്ട് ജീവിക്കുന്നവർക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റിയ വർഗമല്ല. നമ്പൂതിരി പെണ്ണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നാണം വേണ്ടേ? നാണം. അതെ, ഇതൊക്കെ സത്യാണോ? പിന്നല്ലാതെ ഞങ്ങളെന്താ ഊഹിച്ച് പറയാ? നിങ്ങളോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കേട്ടോ അവളെ? ഗർഭുണ്ടെന്നാ കേട്ടത്. എങ്ങാനും വീട്ടിലായിരുന്നെങ്കിൽ ചാണകത്ത് ചൂഴി മുക്കി അടിച്ചിറക്കി പുണ്യായം നടത്തി ശുദ്ധിവാസം നടത്തിയത്. അല്ല, ഞങ്ങൾ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും ചെന്ന് ചോദിക്കാൻ നിൽക്കണം അല്ലേ? അയ്യേ, എടി ഇപ്പൊ ഇറങ്ങിക്കൊള്ളുക. ഇവിടെ തോന്നിയ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഓരോരുത്തരുടെ വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും ഇവിടെ നടത്തില്ലാന്ന്. പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ. ഈ രാത്രി എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയില്ല. ഇറങ്ങിക്കൊള്ളുക. നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ തോന്നിയേ ഞാനും കൂടി കൂട്ടി നിൽക്കുകയാണെന്ന് ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക.